അങ്ങനെ നമ്മുടെ റീത്ത അമ്മ ടാനിയും കൂട്ടിയിട്ട് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് വരുന്നത് അലീന ആരാന്നെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മുടെ സ്റ്റാൻലി വിട്ട് കൊടുക്കുന്നില്ല. അലീന അവൻ്റെ മകളാണെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ റീത്തമ്മ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കുടുംബത്തിന് എത്ര മാനക്കേടാണ് ഉണ്ടാക്കണത്. എൽസമ്മ എങ്ങനെ അത് അറിഞ്ഞായിരിക്കുക, നീ എൽസമ്മോട് ചോദിച്ചിട്ടാണോ അലീന ഇവിടെ താമസിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലിയുടെ. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം, അത് ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന മുന്നുണ്ടായ കുട്ടിയാണ്, പിന്നെ ഞാൻ അവളെ എന്താ വേണ്ട, അവളെ ഞാൻ വിട്ട് കളയാണോ വേണ്ട എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ റീത്താമ്മോട് ഒരുപാട് നമ്മുടെ സ്റ്റാൻലി ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് റീത്താമ്മ പറയുന്നുണ്ട്, ഇത് നിൻ്റെ മക്കൾക്കൊക്കെ എത്രമാത്രം നാണക്കേട് ഉണ്ടാക്കണത്, അവരെങ്ങനെ കോളേജിൽ പോകും, അവരെങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് എൽസമ്മോട് പറയും എന്നെ ഡൈവേഴ്സ് ആക്കിക്കോളാൻ പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ റീത്തമ്മ ആകെ ഞെട്ടിങ്ങോട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് 4 ആങ്ങളമാരുണ്ട്, ഞങ്ങൾ അവരെ കൂട്ടിയിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ ആരെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, ഞാൻ അവളെ ഒരിക്കലും ഇവിടുന്ന് പുറത്താക്കില്ല, അവളെ എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല, അവൾ ഇത്ര കാലം ഒരു ഓർഫനേജിലാണ് കഴിഞ്ഞത്, അതുകൊണ്ട് ഇനി അവളെ എനിക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നത് നമ്മുടെ സ്റ്റാൻലി. എന്തായാലും നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, റീത്തമ്മയുടെ എല്ലാ ചോദ്യവും ഉത്തരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോവാന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ റീത്തമ്മയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ടാനിയനെയും വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പപ്പ നിനക്ക് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അവരിങ്ങനെ പോകണമെന്ന് കണ്ടിട്ട് നമ്മുടെ അലീന ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ഇവർ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് എൽസമ്മ നമ്മുടെ കേണൽ സാറിൻ്റെ ഭാര്യയുടെ ചേച്ചിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അല്ല, ഒരു പെണ്ണ് ഇവിടെ വന്ന് താമസിക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയല്ലേ വരിക, അതെന്താ ഭാര്യയുടെ ചേച്ചി വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല മോളെ, എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആൻ്റപ്പൻ ചേട്ടനെ എല്ലാം അറിയാം, പക്ഷേ എന്നോട് പറയില്ല എന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ അറിയണം വെച്ചാൽ പോയി കേണൽ സാറോട് ചോദിക്കാൻ പറയുന്നുണ്ട്. കേണൽ സാറോട് ചോദിച്ചിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട, ഇപ്പം തന്നെ കേണൽ സാർക്ക് ഒരുപാട് ദേഷ്യം നീ കണ്ടതല്ലേ, മോളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഇങ്ങനെ പൗലോസിനോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതൊന്നും അല്ല ഉണ്ടാവുക, എപ്പോൾ അടി കിട്ടിയെന്ന് അറിഞ്ഞാൽ മതി, പക്ഷെ മോളാവാണ്ട് മാത്രം സ്റ്റാൻലി സാർ മുണ്ടാതിരുന്നതാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയണം, അതിന് ഞാൻ സാറിൻ്റെ മോളല്ലേ, പിന്നെ എങ്ങനെ എന്നോട് പ്രതികരിക്കുക, അതുകൊണ്ടല്ലേ കേണൽ സാർ മുണ്ടാതിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ ഞാൻ ഒന്നും പറയണില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻ്റപ്പൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ അലീന വിചാരിക്കേണ്ടത് ഇതിൻ്റെ കളികളൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.